ആത്മീയതയും ശാന്തതയും തേടി പ്രകൃതിയുടെ ഭംഗിയുടെയും ഗ്രാമീണ കാഴ്ചകളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആദിയോഗി നമ്മുടെ ബാംഗ്ലൂരിലുമുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ഒരു പകൽ പോയി വരാൻ സാധിക്കുന്ന ഇവിടം ഇന്ന് ആത്മീയാന്വേഷകരുടെയും സഞ്ചാരികളുടെയും പ്രിയമിടമായി മാറിയിരിക്കുകയാണ്. ബാംഗ്ലൂരിന് ഇത്ര അടുത്ത് എവിടെയാണ് ആദിയോഗി ഉള്ളതെന്നല്ലേ? ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ അകലെ ചിക്കബെല്ലാപൂരിൽ നന്ദി ഹിൽസിന് സമീപമാണ് ഇഷ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 6 മുതൽ രാത്രി 8 മണി വരെ ചിക്കബെല്ലാപൂരിൽ ആദിയോഗി സന്ദർശകർക്കായി തുറന്നിരിക്കും. ഈ സമയത്ത് ഇവിടെ നടക്കുന്ന ആരാധനകളിലും മറ്റു കാര്യങ്ങളിലും സന്ദർശകർക്ക് പങ്കെടുക്കാം. ആദിയോഗി ദിവ്യദർശനമാണ് അതിൽ മറ്റൊന്ന്. പച്ചപ്പ് നിറഞ്ഞ മലകളുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ആദിയോഗിയുടെ ശിവപ്രതിമയുള്ളത്. ലോകത്തിലെ ആദി ഗുരുവും യോഗിയുമായി ശിവനാണ് ആദിയോഗി എന്നാണ് വിശ്വാസം. ചിക്കബെല്ലാപൂർ ആദിയോഗിയിലെ ഈ ശിവപ്രതിമയ്ക്ക് 112 അടി ഉയരമാണുള്ളത്. പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിന് 500 ടൺ ഭാരവുമുണ്ട്. 4 മുഖങ്ങളുള്ള ആദിയോഗിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ശാരീരികം, മാനസികം, വൈകാരികം, ഊർജം എന്നിങ്ങനെ അസ്തിത്വത്തിന്റെ 4 മാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന 4 മുഖങ്ങളാണ് ഇതെന്നാണ് വ്യാഖ്യാനം. ഏകദേശം 3 വർഷം നീണ്ടുനിന്ന ഗവേഷണവും പഠനവുമൊക്കെ ഈ രൂപകൽപ്പനയ്ക്ക് പിന്നിലുണ്ട്. ഇഷ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ആദിയോഗി ഗിന്നസ് വേൾഡ് റെക്കോർഡ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമാശില്പം കൂടിയാണ്. 34 മീറ്റർ ഉയരവും 45 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും ഇതിനുണ്ട്. കോയമ്പത്തൂർ ആദിയോഗിയിൽ കാണാൻ കഴിയുന്ന കാഴ്ചകളെല്ലാം തന്നെ ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. നാഗക്ഷേത്രം, ആദിയോഗി, യോഗേശ്വരലിംഗം, ലിംഗഭൈരവി ക്ഷേത്രം, 2 തീർത്ഥ കുണ്ടങ്ങൾ എന്നിങ്ങനെ ഇവിടെ കാണാം. പച്ചപ്പ് നിറഞ്ഞ മലകളുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ആദിയോഗിയുടെ ശിവപ്രതിമയുള്ളത്. ആദിയോഗി ദിവ്യദർശനം എന്ന പേരിൽ പ്രതിമയെക്കുറിച്ച് വിവരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ് ഇവിടെ എല്ലാവരെയും ആകർഷിപ്പിക്കുന്നത്. യോഗാശാസ്ത്രത്തിൽ ശിവനെ ഈശ്വരനായല്ല ആദിയോഗിയായിട്ടാണ് ആരാധിക്കുന്നത്. മാനവരാശിക്കായി ആദിയോഗി ചെയ്തിട്ടുള്ള സംഭാവനകളെക്കുറിച്ചും ആദിയോഗിയുടെ മഹത്വത്തെക്കുറിച്ചും ലോകം മുഴുവൻ അറിയുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ പ്രതിമയുടെ ചുവട്ടിൽ ശിവമന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായി ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രവുമുണ്ട്. ശിവരാത്രി ദിവസത്തെ ഇഷയിലെ ആഘോഷവും അതിഗംഭീരമാണ്. മനുഷ്യ ശരീരത്തിൽ 112 ചക്രങ്ങളുണ്ട് എന്ന് ശിവൻ പഠിപ്പിച്ച വിശ്വാസപ്രകാരമാണ് ശിവന്റെ ഈ പ്രതിമയ്ക്ക് 112 അടി ഉയരം കൊടുക്കുവാൻ കാരണം. ഇഷ യോഗ സെന്ററിലെ സദ്ഗുരു ജഗ്ഗി വാസുദേവ് പണി കഴിപ്പിച്ച ഈ ശിവപ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയായി ഗിന്നസ് ബുക്കിൽ ഇടവും പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ യോഗി 15,000 വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയ സാനുക്കൾക്ക് മുകളിൽ ഒരു യോഗി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം എവിടെ നിന്ന് വന്നുവെന്നോ അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രം എന്താണെന്നോ ആർക്കും അറിയുമായിരുന്നില്ല. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയതുമില്ല. അതിനാൽ ആർക്കും അദ്ദേഹത്തിന്റെ പേരറിയുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ആദിയോഗി അഥവാ ആദ്യത്തെ യോഗി എന്ന് വിളിച്ചു. അദ്ദേഹം അവിടെ വന്നിരുന്നു, ഒന്നും ചെയ്തില്ല. ജീവന്റെ ലക്ഷണമായിട്ടുണ്ടായിരുന്നത് ആനന്ദാശ്രുക്കൾ കണ്ണിൽ നിന്നും ഒഴുകുന്നത് മാത്രമായിരുന്നു. അത് മാറ്റിവെച്ചാൽ അദ്ദേഹം ശ്വാസം കഴിക്കുന്നുണ്ടെന്ന് പോലും തോന്നിച്ചില്ല. തങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത എന്തോ ഒന്ന് അദ്ദേഹം അനുഭവിക്കുന്നുണ്ടെന്ന് ആളുകൾ കണ്ടു. അവർ കുറേ നേരം കാത്തു നിന്നിട്ടും തിരിച്ചുപോയി. എന്തെന്നാൽ അദ്ദേഹം മറ്റുള്ളവരുടെ സാമീപ്യത്തെക്കുറിച്ച് ബോധവാനായിരുന്നില്ല. 7 പേർ മാത്രം കാത്തുനിന്നു. ഈ 7 പേർക്കും അദ്ദേഹത്തിൽ നിന്നും ഈ വിദ്യ നേടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആദിയോഗി അവരെ അവഗണിച്ചു. അവർ യാചിച്ചു, അങ്ങേക്ക് അറിയാവുന്നത് ഞങ്ങൾക്കും അറിയണം. അദ്ദേഹം അവരെ പരിഗണിക്കാൻ കൂട്ടാക്കിയില്ല. വിഡ്ഢികളെ, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ 1 കോടി വർഷം കൊണ്ട് പോലും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. ഇതിന് അത്യധികം തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഇത് വിനോദത്തിനുള്ളതല്ല. എന്നാൽ അവർ നിർബന്ധ ബുദ്ധിയോടെ നിന്നപ്പോൾ അദ്ദേഹം അവർക്ക് തയ്യാറെടുക്കുവാനുള്ള ചില നടപടികൾ കൊടുത്തു. അവർ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അവർ തയ്യാറെടുപ്പുകൾ നടത്തി. ആദിയോഗി അവരെ അവഗണിച്ചു. അവർ 84 വർഷം സാധന ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് 84 വർഷത്തിനു ശേഷം ഒരു പൗർണമി ദിവസം സൂര്യൻ വടക്കോട്ടുള്ള നീക്കത്തിൽ നിന്നും തെക്കോട്ടേക്ക് ഉള്ള നീക്കത്തിലേക്ക് മാറിയ ദക്ഷിണായനം എന്ന ഈ സംസ്കാരത്തിൽ അറിയപ്പെടുന്ന ദിവസം ആദിയോഗി ആ 7 പേരുടെ നേർക്കു നോക്കി. അവർ അറിവ് നേടാൻ യോഗ്യതയുള്ള സുവർണ പാത്രങ്ങളായി തീർന്നിരുന്നു. അറിവ് സ്വീകരിക്കുവാൻ അവർ തികച്ചും പ്രാപ്തരായിരുന്നു. അദ്ദേഹത്തിന് അവരെ ഇനിയും അവഗണിക്കുവാൻ സാധിക്കുമായിരുന്നില്ല.
അദ്ദേഹം അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അടുത്ത പൗർണമി വന്നപ്പോൾ അദ്ദേഹം ഒരു ഗുരുവാകാൻ തീരുമാനിച്ചു. ആ പൗർണമിയാണ് ഗുരു പൂർണിമ എന്ന് അറിയപ്പെടുന്നത്. ആദിയോഗി ആദി ഗുരുവാകാൻ തീരുമാനിച്ച ദിവസമാണ് ഗുരു പൂർണിമ. അദ്ദേഹം തെക്കോട്ട് തിരിഞ്ഞിരുന്നു. അതിനാലാണ് അദ്ദേഹം ദക്ഷിണാമൂർത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതോടെ ആ 7 ശിഷ്യന്മാർക്കുള്ള യോഗശാസ്ത്ര പഠനം ആരംഭിച്ചു. ദക്ഷിണായനത്തിലെ ആദ്യ പൗർണമി ഗുരു പൂർണിമയായി. ആദ്യ ഗുരു ജന്മമെടുത്ത ദിവസം. ഇതുവരെ പോകാത്തവർക്കെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ പോകുവാൻ പ്രത്യേകിച്ച് ഇപ്പോൾ വണ്ടിക്കൂലി മാത്രമാണ് ആവശ്യം വരുന്നുള്ളൂ. ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ഫീസും അവർ ഈടാക്കുന്നില്ല. പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു 50 രൂപ മാത്രമാണ് ഞങ്ങളുടെ അടുത്തു നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രായഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഗംഭീരമായൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് വരാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ വന്നിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ കോയമ്പത്തൂരിലും പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്